അപ്പം ഞാൻ ഇങ്ങനെ മ്യൂസിക്കിൻ്റെ കാര്യം ഇങ്ങനെ പറഞ്ഞപ്പോൾ മമ്മൂക്കയായിട്ട് ഒരു ദിവസം ഇതിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പോൾ മമ്മൂക്ക എന്നോട് പറഞ്ഞു, പുതിയൊരാളെ പിടിക്കണമെങ്കിൽ ഞാൻ ഒരാളെ പേര് പറയാം. അയാൾ തെലുങ്കിലൊക്കെ പടം ചെയ്തിട്ടുണ്ട്, തമിഴിലേതോ പടം ചെയ്തിട്ടുണ്ട്, നല്ല മ്യൂസിക് ഡയറക്ടറാണ്, വിദ്യാസാഗർ എന്നാണ് പേര് എന്ന് പറഞ്ഞു. നമുക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞുകൊണ്ട് തൃപ്തി വരുന്നില്ല. അപ്പം നോക്കുമ്പോൾ കുറേ കടലാസ് ഇങ്ങനെ ചുരുട്ടിയും നിലത്തൊക്കെ ഇങ്ങനെ ഇട്ട് വെക്കുക. അപ്പോൾ ഞാൻ ചെയ്തു, ഇതൊക്കെ എന്താണ്? അല്ല, ഇത് എഴുതി ഞാൻ കളഞ്ഞാണെന്ന് പറഞ്ഞിട്ട് ഞാൻ വെറുതെ അതൊക്കെ എടുത്ത് തുറന്നു നോക്കിയപ്പോൾ കൈതപ്രം പറഞ്ഞു, അല്ല കമല അത് നോക്കണ്ടെന്ന് പറഞ്ഞു. നമ്മൾ വെറുതെ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ വരിയെടുത്ത് ഇങ്ങനെ കടലാസ് എടുത്ത് നോക്കും, ആ വരി വായിക്കും, കളയും. അങ്ങനെ എടുത്ത് പെട്ടെന്ന് ഒരു കടലാസ് എടുത്ത് നോക്കുമ്പോൾ അതിലാണ് വെണ്ണിലാ ചന്ദനക്കിണ്ണം പിന്നെ ഇവിടെ കായലിൽ വീണെ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി. ഞാൻ പറഞ്ഞിട്ട് നല്ല വരികളാണല്ലോ തിരുമേനി, നമുക്ക് ഇത് മതിയല്ലോ, ഇത് മതിയോ എന്ന് പറഞ്ഞിട്ട് തിരുമേനി അതെടുത്ത് അത് രണ്ടാമത് എഴുതിയിട്ട് പിറ്റേന്ന് വിദ്യാസാഗറിനെ കേൾപ്പിച്ചു. അങ്ങനെ വിദ്യാസാഗർ അത് പാടി നോക്കി. അങ്ങനെയാണ് ഈ വെണ്ണിലാ ചന്ദനക്കിണ്ണം എന്നുള്ള പാട്ടുണ്ടാകുന്നത്.